ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് ടു വാച്ച് ദ സ്കൈ ആഫ്റ്റർ സൺസെറ്റ്. നമ്മൾ സൂര്യാസ്തമയം കഴിഞ്ഞതിന് ശേഷം ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു മനോഹരമാണ് എന്നാണ് പറയുന്നത്. One would first notice one or two bright dots shining in the sky. നമ്മൾ ആദ്യം കാണുക എന്തായിരിക്കും? ഒന്നോ രണ്ടോ ആകാശത്തിൽ തിളങ്ങുന്ന ഡോട്ടുകളായിരിക്കും എന്ന് കാണുന്നത്. സൂൺ യു വുഡ് സീ ദ നമ്പർ ഇൻക്രീസിങ്. പിന്നെ എന്ത് ചെയ്യും? ആ ഡോട്ടുകൾ, തിളങ്ങുന്ന ഡോട്ടുകൾ ഇങ്ങനെ കൂടിക്കൂടി വരും. യു കനോട്ട് കൗണ്ട് ദം എനിമോർ. അങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് എണ്ണാനായിട്ട് സാധിക്കില്ല. എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് എണ്ണാനായിട്ട് സാധിക്കില്ല. ദ വോൾ സ്കൈ ഈസ് ഫിൽഡ് വിത്ത് ടിനി ഷൈനിങ് ഒബ്ജക്ട്സ്. പിന്നെ ആകാശം നിറയെ എന്തായിരിക്കും? ഈ തിളങ്ങുന്ന വസ്തുക്കളായിരിക്കും. സം ആർ ബ്രൈറ്റ്. ചില വസ്തുക്കൾ എന്താണ്, ഇതിൽ ചില ഒബ്ജക്റ്റുകൾ വളരെ നല്ല തിളക്കമുള്ളതാണ്. അതേഴ്സ് ഡിം. മറ്റു ചിലത് പ്രകാശം കുറഞ്ഞവയുമാണ്. ഇറ്റ് സീംസ് ആസ് ഇഫ് ദ സ്കൈ ഈസ് സ്റ്റഡഡ് വിത്ത് ഡയമണ്ട്സ്. അങ്ങനെ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കുറേ ഡയമണ്ടുകൾ വിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ദേ ഓൾ അപ്പിയർ ടു ബി ടിംഗ്ലിങ്. അതെല്ലാം മിന്നി തിളങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദം കെയർഫുള്ളി, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ യു വിൽ നോട്ടീസ് ദാറ്റ് സം ഓഫ് ദം ഡു നോട്ട് ടിങ്കിൾ ആസ് അതേഴ്സ് ഡു. ചില നക്ഷത്രങ്ങൾ നന്നായിട്ട് മിന്നി തിളങ്ങുന്നത് പോലെയും ചിലത് തിളങ്ങുന്നില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേ സിംപ്ലി ഗ്ലോ വിത്തൗട്ട് എനി ഫ്ലിക്കർ ജസ്റ്റ് ആസ് ദ മൂൺ ഷൈൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റും, ചിലത് എന്ത് ചെയ്യുന്നില്ല, മിന്നി തിളങ്ങുന്നില്ല. ചില നമ്മളെ ചന്ദ്രനെ പോലെ ജസ്റ്റ് പ്രകാശിക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Along with these bright objects, you may also see the moon on the most of the days. ഇതുപോലെയുള്ള ഈ തിളങ്ങുന്ന വസ്തുക്കൾ പോലെ തന്നെ നിങ്ങൾക്ക് ചന്ദ്രനെയും ചില ദിവസങ്ങൾ അധിക ദിവസവും എന്തായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് മേ ഹവർ അപ്പിയർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് ഡിഫറെൻറ്റ് പൊസിഷൻ. നിങ്ങൾക്ക് ചന്ദ്രനെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലായിരിക്കും നിങ്ങൾ ചന്ദ്രനെ കാണുക. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലുമായിരിക്കും നിങ്ങൾ ചന്ദ്രനെ കാണുക. യു ക്യാൻ സീ ദ ഫുൾ മൂൺ ഓൺലി ഓൺസ് ഇൻ അബൌട്ട് എ മന്ത്സ് ടൈം. അതേപോലെ തന്നെ ചന്ദ്രനെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഒരു മാസത്തിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ഫുൾ മൂൺ നൈറ്റ് ഓർ പൂർണിമ. അതിനെയാണ് നമ്മൾ ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ എന്ന് വിളിക്കുന്നത്. എ ഫോർട്ട് നൈറ്റ് ലേറ്റർ, ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയിൽ, ഈ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യു കനോട്ട് സീ ഇറ്റ് അറ്റ് ഓൾ. ആ പൂർണ്ണചന്ദ്രൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് എ ന്യൂ മൂൺ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂ മൂണിനെ ആയിരിക്കും, അല്ലെങ്കിൽ അമാവാസ്യ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓൺ ദിസ് ഡേ യു ക്യാൻ വാച്ച് ദ നൈറ്റ് സ്കൈ ബെസ്റ്റ് പ്രൊവൈഡ് ഇറ്റ് ഈസ് ക്ലിയർ നൈറ്റ്. ആ ദിവസത്തെ രാത്രി വളരെ ആകാശം നല്ല ക്ലിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഡു യു വണ്ടർ വൈ കാണ്ട് വി സീ ദ മൂൺ ആൻഡ് ഓൾ ദോസ് ബ്രൈറ്റ് ടിനി ഒബ്ജക്റ്റ് ഡ്യൂറിങ് ഡേ ടൈം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് പകൽ സമയങ്ങളിൽ ഈ തിളങ്ങുന്ന വസ്തുക്കൾ, അതേപോലെ ചന്ദ്രനെയും ഒന്നും കാണാൻ സാധിക്കാത്തത്? ഇറ്റ് ഈസ് ബിക്കോസ് ദ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ദ സൺ ഡസ് നോട്ട് അലൗ അസ് ടു സീ ഓൾ ദീസ് ബ്രൈറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദ നൈറ്റ് സ്കൈ. നമ്മൾ രാത്രിയിൽ കാണുന്ന പോലെ ഉള്ള നല്ല തിളക്കമുള്ള വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ, അതേപോലെ തന്നെ ചന്ദ്രനെയൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത് സൂര്യൻ്റെ ആ വെളിച്ചം ഉള്ളത് കൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കാത്തത്. ദ സൺ, ദ മൂൺ ആൻഡ് ഓൾ ദോസ് ഒബ്ജക്ട്സ് ഷൈനിങ് ഇൻ ദ നൈറ്റ് സ്കൈ ആർ കോൾഡ് സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ സൂര്യന്, അതേപോലെ തന്നെ ചന്ദ്രന്, അതേപോലെ തന്നെ
ആകാശത്ത് രാത്രിയിലൊക്കെ തിളങ്ങുന്ന ഈ എല്ലാ ഒബ്ജക്റ്റുകളും കൂടി ചേർന്ന് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ കോൾഡ് സെലസ്റ്റിയൽ ബോഡീസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡീസ്. സം സെലസ്റ്റിയൽ ബോഡീസ് ആർ വെരി ബിഗ് ആൻഡ് ഹോട്ട്. ചില സെലസ്റ്റിയൽ ബോഡികൾ വളരെ വലുതും ചൂടേറിയതുമാണ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ്. അത് സെലസ്റ്റിയൽ ബോഡീസൊക്കെ ഗ്യാസ് കൊണ്ടുണ്ടാക്കിയതാണ്. ദേ ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതിന് അതിൻ്റേതായ ചൂടും പ്രകാശവും ഒക്കെ ഉണ്ട്. വിച്ച് ദേ എമിറ്റ് ഇൻ ലാർജ് എമൗണ്ട്. അത് വളരെയധികം ചൂടും ലൈറ്റും എന്ത് ചെയ്യുന്നുണ്ടെന്ന് പുറന്തള്ളുന്നുണ്ട്. ദി സെലസ്റ്റിയൽ ബോഡീസ് ആർ കോൾഡ് സ്റ്റാർസ്. ഇത്തരം സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാർസ് എന്ന്. ദ സൺ ഈസ് എ സ്റ്റാർ അഥവാ നക്ഷത്രങ്ങൾ. സൂര്യനും ഒരു നക്ഷത്രമാണ്. കൗണ്ട്ലെസ് ടിങ്ക്ലിംഗ് സ്റ്റാർസ് ഇൻ ദ നൈറ്റ് സ്കൈ ആർ സിമിലർ ടു ദ സൺ. നമ്മുടെ ആകാശത്ത് കാണുന്ന രാത്രിയിലെ ആകാശത്ത് കാണുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര നക്ഷത്രങ്ങൾ അതും നമ്മുടെ സൂര്യനെ പോലെ ഒരു സ്റ്റാറാണ് എന്ന് പറയുന്നത്. ബട്ട് വി ഡോണ്ട് ഫീൽ ദെയർ ഹീറ്റ് ഓർ ലൈറ്റ്. പക്ഷേ നമുക്ക് അതിൻ്റെ ചൂടോ അതിൻ്റെ പ്രകാശമോ നമുക്ക് അത്ര ഫീൽ ചെയ്യാറില്ല. കാരണം ആൻഡ് ദേ ലുക്ക് സോ ടിനി ബിക്കോസ് ദേ ആർ വെരി വെരി ഫാർ ഫ്രം us. കാരണം നമുക്കതിൻ്റെ ചൂടും അതിൻ്റെ പ്രകാശവും അതേപോലെ തന്നെ നമുക്ക് അത് ചെറിയതായിട്ടാണ്, ചെറിയ സാധനങ്ങളായിട്ടാണ് തോന്നുന്നത്. അത് കാരണം എന്താണ്? ഇത് നമ്മുടെ അടുത്ത് നിന്ന് വളരെയധികം ദൂരെയാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നത്. യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഓൾ ഒബ്ജക്ട്സ് ലുക്ക് സ്മോളർ വെൻ സീൻ ഫ്രം ഡിസ്റ്റൻസ്. നമ്മൾ ദൂരെ നിന്ന് നമ്മൾ കാണുമ്പോൾ ഈ സാധനങ്ങൾ കാണുമ്പോൾ ചെറിയതായിട്ട് തോന്നും. ഹൗ സ്മോൾ ആൻഡ് എയറോപ്ലെയിൻ ലുക്സ് വെൻ ഇറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഗ്രേറ്റ് ഹൈറ്റ്. നമ്മുടെ മുകളിലൂടെ വളരെ ഉയരത്തിൽ പറക്കുന്ന എയറോപ്ലെയിൻ നമുക്ക് എത്ര ചെറുതായിട്ടാണ് തോന്നുന്നത്. വൈൽ വാച്ചിങ് ദ നൈറ്റ് സ്കൈ യു മേ നോട്ടീസ് വേരിയസ് പാറ്റേൺസ് ഫോംഡ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർസ്. നമ്മൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് വ്യത്യസ്തമായ പാറ്റേണുകളിൽ നിങ്ങൾ ആകാശത്ത് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ കണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ദീസ് ആർ കോൾഡ് കോൺസ്റ്റലേഷൻസ് എന്നത്. ഈ നക്ഷത്രക്കൂട്ടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റലേഷൻസ് എന്ന്. ഉർസ മേജർ ഓർ ബിഗ് ബിയർ ഈസ് ഓൺ സച്ച് കോൺസ്റ്റലേഷൻ. അപ്പോൾ കോൺസ്റ്റലേഷൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ഉർസ മേജറും അതേപോലെ തന്നെ ബിഗ് ബിയേഴ്സൊക്കെ. വൺ ഓഫ് ദ മോസ്റ്റ് ഈസിലി റെക്കഗ്നൈസബിൾ കോൺസ്റ്റലേഷൻ ഈസ് സ്മോൾ ബിയർ ഓർ സപ്തർഷി. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കോൺസ്റ്റലേഷനാണ് സ്മോൾ ബിയർ അല്ലെങ്കിൽ സപ്തർഷി. സപ്തർഷി എന്നാൽ 7 സ്റ്റാർ. സപ്ത എന്നാൽ 7 എന്നാണ് അതിനർത്ഥം. ഋഷി എന്ന സന്യാസിമാർ. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 7 സ്റ്റാർ. ഈ സപ്തഋഷി എന്ന് പറഞ്ഞാൽ ഒരു 7 നക്ഷത്രങ്ങൾ. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, കാണാൻ പറ്റും. ഇവിടെ ഇതാണ് സപ്തഋഷി സ്റ്റാറുകൾ. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 7 സ്റ്റാർ. ഒരു 7 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണത്. ഓക്കെ, ദാറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് ലാർജ് ഉർസ മേജർ കോൺസ്റ്റലേഷൻ. ഉർസ മേജർ കോൺസ്റ്റലേഷൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ സപ്തഋഷി ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ. ആസ്ക് someone elder in your family or neighborhood to show you more stars, planets and constellations in the sky. നിങ്ങളെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അയൽവാസികളുടെ ഒക്കെ നിങ്ങൾ ചോദിക്കുക, നമ്മൾ ഈ ഗ്രഹങ്ങളെയും അതേപോലെ തന്നെ നക്ഷത്രങ്ങളെയും ഈ കോൺസ്റ്റലേഷനിൽ ഒക്കെ ആകാശത്ത് കാണിച്ചു തരാനായിട്ട് അവരോട് നിങ്ങളെന്ത് ചെയ്യുക, പറയാം. In ancient time, people used to determine direction during the night with the help of stars. പണ്ട് കാലത്തൊക്കെ ജനങ്ങൾ ദിശ അറിയാനായിട്ട് രാത്രിയിൽ ദിശ അറിയാനായിട്ട് നക്ഷത്രങ്ങളുടെ സഹായം തേടിയിരുന്നു എന്നാണ് പറയുന്നത്. ദ നോർത്ത് സ്റ്റാർ ഇൻഡിക്കേറ്റ് ദ നോർത്ത് ഡയറക്ഷൻ. നോർത്ത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഉണ്ട്. അത് എപ്പോഴും നോർത്ത് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, ഉണ്ടാകുക. അത് നോർത്ത് ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഈസ് ഓൾസോ കോൾഡ് പോൾ സ്റ്റാർ. അതുകൊണ്ട് തന്നെ
അതിനെ പോൾ സ്റ്റാർ എന്നും ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് റിമെയിൻസ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. ഈ നക്ഷത്രം പോൾ സ്റ്റാർ എന്ന് പറയുന്ന ഈ നക്ഷത്രം ആകാശത്ത് ഒരേ സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. വി ക്യാൻ ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ പോൾ സ്റ്റാർ വിത്ത് ഹെൽപ്പ് ഓഫ് ദ സപ്തഋഷി. സപ്തഋഷി നക്ഷത്രങ്ങളുടെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോൾ സ്റ്റാറിൻ്റെ സ്ഥാനം കണ്ടെത്താനായിട്ട് പറ്റും. യു വിൽ നോട്ടീസ് ദാറ്റ് ഇഫ് ആൻ ഇമേജിനറി ലൈൻ ഡ്രോൺ ജോയിങ് ദ പോയിന്റ് ഓഫ് സ്റ്റാർസ് ആൻഡ് എക്സ്റ്റെൻഡഡ് ഫർദർ ഇറ്റ് വിൽ പോയിന്റ് ടു ദ പോൾ സ്റ്റാർ. നമ്മുടെ സപ്തഋഷി 7 നക്ഷത്രം ഉണ്ടല്ലോ, അതിൽ പോയിൻ്റ് സ്റ്റാറുകളുണ്ട്. ഈ രണ്ട് നക്ഷത്രങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോയിൻ്റ് ഈ നക്ഷത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് നക്ഷത്രങ്ങളെയാണ് പോയിൻ്റ് സ്റ്റാർ എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇത് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന ഈ നക്ഷത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോൾ സ്റ്റാർ എന്നെന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നക്ഷത്രങ്ങളെ കണ്ടെത്തിയാൽ നമുക്ക് പോൾ സ്റ്റാറിനെയും കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സം സെലസ്റ്റിയൽ ബോഡീസ് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. ചില സെലസ്റ്റിയൽ ബോഡീസിന് സ്വന്തമായിട്ട് പ്രകാശമോ ഹീറ്റോ ഇല്ല എന്നുള്ളതാണ്. ദേ ആർ ലിറ്റ് ബൈ ദ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ്. നക്ഷത്രങ്ങളിൽ നിന്നുള്ള ലൈറ്റ് പ്രകാശം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെലസ്റ്റിയൽ ബോഡീസ് പ്രകാശിക്കുന്നത്. സച്ച് ബോഡീസ് ആർ കോൾഡ് പ്ലാനറ്റ്സ്. അപ്പോൾ ഇത്തരം സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാനറ്റ്സ് എന്ന്. ദ വേർഡ് പ്ലാനറ്റ് കം ഫ്രം ദ ഗ്രീക്ക് വേർഡ് പ്ലാനറ്റൈ. പ്ലാനറ്റൈ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്ലാനറ്റ്സ് എന്ന വാക്കുണ്ടായിട്ടുള്ളത്. വിച്ച് മീൻസ് വാണ്ടറസ്. അതിൻ്റെ അർത്ഥം എന്താണ്, ചുറ്റിത്തിരിയുന്നവർ എന്നുള്ളതാണ്. ദ എർത്ത് ഓൺ വിച്ച് വി ലിവ് ഈസ് എ പ്ലാനറ്റ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അതും ഒരു എന്താണ്, ഒരു പ്ലാനറ്റാണ്. ഇറ്റ് ഗെറ്റ്സ് ഓൾ ഇറ്റ്സ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ. ഈ ഭൂമിക്ക് അതിനാവശ്യമായുള്ള ലൈറ്റും ഹീറ്റും ഒക്കെ കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. വിച്ച് ഈസ് അവർ നിയറസ്റ്റ് സ്റ്റാർ. സൂര്യൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രമാണ്. ഇഫ് വി ലുക്ക് അറ്റ് ദ എർത്ത് ഫ്രം ഗ്രേറ്റ് ഡിസ്റ്റൻസ്, ദ മൂൺ. കുറേ ദൂരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് നോക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അപ്പിയർ ടു ബി ഷൈൻ ജസ്റ്റ് ആസ് ദ മൂൺ. ഈ നമ്മളിപ്പോൾ ചന്ദ്രനെ നോക്കുന്ന സമയത്ത് ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ തോന്നാറില്ല. അതുപോലെ നമ്മൾ ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കുന്ന സമയത്ത് ഭൂമി ഷൈൻ ചെയ്യുന്നത് പോലെ തോന്നുമെന്നാണ് പറയുന്നത്. ദ മൂൺ ദാറ്റ് വി സീ ഇൻ ദ സ്കൈ ഈസ് എ സാറ്റലൈറ്റ്. നമ്മൾ ആകാശത്ത് കാണുന്ന ചന്ദ്രൻ അതൊരു സാറ്റലൈറ്റാണ്. ഇറ്റ് ഈസ് എ കമ്പാനിയൻ ഓഫ് അവർ എർത്ത്. നമ്മുടെ ഭൂമിയുടെ ഒരു സുഹൃത്താണ്, ചങ്ങാതിയാണ്. ആൻഡ് മൂവ്സ് അറൗണ്ട് ഇറ്റ്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലൈക്ക് അവർ എർത്ത്. നമ്മുടെ ഭൂമിയെ പോലെ ദർ ആർ 8 അതർ പ്ലാനറ്റ്സ്. മറ്റു 8 ഗ്രഹങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭൂമി അടക്കം 8 ഗ്രഹങ്ങളാണുള്ളത്. ദാറ്റ് ഗെറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ. ഈ ഗ്രഹങ്ങൾക്കൊക്കെ പ്രകാശവും ചൂടും കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. സം ഓഫ് ദം ഹാവ് ദെയർ ഓൺ മൂൺസ് ടു. ഇതിൽ ചില ഗ്രഹങ്ങൾക്ക് അതിൻ്റേതായ മൂൺസും ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഈ സൈഡിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്, അത് നോക്കുക. ജൂപ്പിറ്റർ, സാറ്റേൺ ആൻഡ് യുറാനസ് ഹാവ് റിങ്സ് അറൗണ്ട് ദം. നമ്മൾ പറഞ്ഞു 8 ഗ്രഹങ്ങളുണ്ട്. അതിൽ നിന്ന് ജൂപ്പിറ്റർ എന്ന ഗ്രഹം, അതേപോലെ സാറ്റേൺ, യുറാനസ്, ഈ ഗ്രഹങ്ങൾക്ക് എന്താണ് ചുറ്റും ഒരു റിങ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ദീസ് ആർ ബെൽറ്റ്സ് ഓഫ് സ്മോൾ ഡെർബീസ്. ഈ റിങ് എന്ന് പറയുന്നത് എന്താണ്, അത് കുറേ ചെറിയ ഡെബ്രീസാണ്, പൊടിപടലങ്ങളുടെ ഒരു ബെൽറ്റാണെന്ന് പറയുന്നത്. ദീസ് ആർ റിങ്സ് മേ സീൻ ഫ്രം ദ എർത്ത് വിത്ത് ഹെൽപ്പ് ഓഫ് പവർഫുൾ ടെലിസ്കോപ്പ്. നമുക്ക് നല്ല പവറുള്ള ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഭൂമിയിൽ നോക്കി കഴിഞ്ഞാൽ ഇത്ര റിങ്ങുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്.
the sun, 8 planets, satellites, and some other celestial bodies known as asteroids, meteoroids. അപ്പോൾ നമ്മൾ സോളാർ സിസ്റ്റം എന്തൊക്കെയുണ്ട്? സണ്ണുണ്ട്, സൂര്യനുണ്ട്, 8 പ്ലാനറ്റ്സ്, 8 ഗ്രഹങ്ങളുണ്ട്, സാറ്റലൈറ്റ്സ് അതിൻ്റെ ഉപഗ്രഹങ്ങളുണ്ട്, ആൻഡ് സം അതർ സെലസ്റ്റിയൽ ബോഡി, അതേപോലെ തന്നെ ചില സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട് നോൺ ആസ്, അതിൻ്റെ ഉദാഹരണത്തിന് ആസ്ട്രോയിഡ്, മെട്രോയിഡ്സ് പോലത്തെ. പിന്നെ ഫ്രം ദ സോളാർ സിസ്റ്റം വി ഓഫൺ കോൾ ഇറ്റ് സോളാർ ഫാമിലി. ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സോളാർ ഫാമിലി എന്നുള്ളത്. വിത്ത് ദ സൺ ആസ് ഇറ്റ് സെഡ്, അതായത് കൂട്ടത്തിൽ ഹെഡ് ആരാണ്? സൂര്യനാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സൂര്യനെ കുറിച്ചാണ്. ദ സൺ ഈസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം അത് സൂര്യനാണ്. ഇറ്റ് ഈസ് ഹ്യൂജ് ആൻഡ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി ഹോട്ട് ഗ്യാസസ്. വളരെ വലുതാണ് എന്ന് മാത്രമല്ല വളരെ ചൂടേറിയ ഗ്യാസ് കൊണ്ട് നിറഞ്ഞതാണ്, ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് സൂര്യൻ. ഇറ്റ് പ്രൊവൈഡ് ദ പുള്ളിംഗ് ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ദ സോളാർ സിസ്റ്റം. ഈ സൂര്യൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു പുള്ളിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സോളാർ സിസ്റ്റം എന്ത് ചെയ്യുന്നത് ഒരു ഉറപ്പിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ദ സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദ ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫോർ ദ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ലൈറ്റുകളും ഹീറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അൾട്ടിമേറ്റ് സോഴ്സ് സൂര്യനാണ്. ബട്ട് ദ ട്രമൻഡസ് ഹീറ്റ് ഈസ് നോട്ട് ഫെൽറ്റ് സോ മച്ച് ബൈ അസ് ബിക്കോസ്, പക്ഷേ ഈ ഹീറ്റും പ്രകാശവും നമുക്ക് അത്ര അധികം ഫീൽ ചെയ്യാറില്ല. കാരണം ഡെസ്പൈറ്റ് ബീങ് അവർ നിയറസ്റ്റ്, പറയുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് എന്ത്? സൂര്യൻ. എന്നിട്ട് പോലും നമുക്ക് അത് ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഫാർ എവേ ഫ്രം അസ്, നമ്മുടെ അടുത്തുനിന്ന് വളരെ ദൂരെയാണ് സൂര്യൻ എന്നുള്ളത് കൊണ്ടാണ്. ദ സൺ ഈസ് അബൌട്ട് 150 മില്യൺ കിലോമീറ്റർ അവേ ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രഹങ്ങളെക്കുറിച്ചാണ്. ദർ ആർ 8 പ്ലാനറ്റ്സ് ഇൻ അവർ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. ഇൻ ഓർഡർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ദേ ആർ, സൂര്യനിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ച് ഒരു ഓർഡറിൽ നമ്മൾ പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ്സ് ആദ്യം മെർക്കുറിയാണ്, പിന്നെ വീനസ് ആണ്, പിന്നെ ഭൂമി, പിന്നെ മാർസ്, പിന്നെ ജൂപ്പിറ്റർ, പിന്നെ സാറ്റേൺ, യുറാനസ് ആണ്, പിന്നെ അവസാനം നെപ്റ്റ്യൂണ്. ഈ ക്രമം നമുക്ക് ഓർത്ത് വെക്കാനൊരു ഐഡിയ ഉണ്ട്. ആൻ ഈസി വേ ടു മെമ്മറൈസ് ദ നെയിം ഓഫ് ദ പ്ലാനറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. സൂര്യൻ എന്ന ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ നമ്മൾക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പവഴിയാണിത്. ഈ ഒരു വാക്ക് മൈ വെരി എഫിഷ്യൻ്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നട്ട്സ് എന്നുള്ള വാക്ക്, അതിൽ ഈ സെൻറ്റൻസിൽ അതിൻ്റെ ഓരോ വേർഡ്സിലും ആദ്യത്തെ അക്ഷരങ്ങൾ ബോൾഡാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് എം മെർക്കുറി, വീനസ്, ഈ എർത്ത്, എം മാർസ്, ജെ ജൂപ്പിറ്റർ, എസ് സാറ്റേൺ, യുറാനസ്, എൻ നെപ്റ്റ്യൂണാണ്. അപ്പോൾ ഈ വാക്ക് ഈ സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ക്രമത്തിൽ ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഓൾ ദ 8 പ്ലാനറ്റ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം മൂവ് അറൗണ്ട് ദ സൺ ഇൻ ഫിക്സ്ഡ് പാത്ത്. നമ്മൾ പറഞ്ഞു ഈ 8 ഗ്രഹങ്ങളും സോളാർ സിസ്റ്റത്തിലെ 8 ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള വഴിയിലൂടെ എന്ത് ചെയ്യുന്നു? അത് സഞ്ചരിക്കുന്നു, സൂര്യനെ ചുറ്റുന്നു എന്നുള്ളതാണ്. ദീസ് പാത്സ് ആർ എലോങ്ങേറ്റഡ്. ഇത് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള വഴികളാണ്. ദേ ആർ കോൾഡ് ഓർബിറ്റ്സ്. ആ വഴിയെ വിളിക്കുന്ന പേരാണെന്ത്? ഓർബിറ്റ്സ് എന്ന്. മെർക്കുറി ഈസ് ദ നിയറസ്റ്റ് ടു ദ സൺ. സൂര്യന് ഏറ്റവും അടുത്തുള്ളത് എന്താണ്? അത് മെർക്കുറിയാണ്. ഇറ്റ് ടേക്സ് ഓൺലി അബൌട്ട് 88 days ടു കംപ്ലീറ്റ് 1 റൗണ്ട് അലോങ് ഇറ്റ്സ് ഓർബിറ്റ്. മെർക്കുറി അതിൻ്റെ ഓർബിറ്റിലൂടെ കറങ്ങാനെടുക്കുന്ന ദിവസം ഒരു കറക്കം പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസം 88 ദിവസമാണ്. വീനസ് ഈസ് കൺസിഡേർഡ് ആസ് എർത്ത് ട്വിൻ. വീനസ് എന്ന് പറയുന്ന ഗ്രഹം അത് ഭൂമിയുടെ ഇരട്ട എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ബിക്കോസ് ഇറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ആർ വെരി മച്ച് സിമിലർ ടു ദാറ്റ് ഓഫ് എർത്ത്. ഭൂമിയുടെ ഇതിന് സമാനമാണ് അതിൻ്റെ ഷേപ്പും അതിൻ്റെ സൈസും എന്നുള്ളത് കൊണ്ടാണ്. Till recently, August 2006, Pluto was also considered a planet. However, in a meeting of the International Astronomical Union, a decision was taken that Pluto, like other celestial bodies,
discovered in recent past may be called dwarf planets. 2006 ഓഗസ്റ്റ് വരെ പ്ലൂട്ടോയും ഒരു ഗ്രഹമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. അതായത് മുമ്പ് 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് അർത്ഥം. അങ്ങനെ അവർ ഇൻ എ മീറ്റിംഗ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഒരു മീറ്റിംഗ് വെച്ച് ഒരു തീരുമാനം എടുത്തത് പ്ലൂട്ടോയും മറ്റു സെലസ്റ്റിയൽ ബോഡി ഉദാഹരണമായി സെറസ് 2003 UB ഇതേപോലെയുള്ള സെലസ്റ്റിയൽ ബോഡികളെ മുമ്പ് കണ്ടെത്തിയുള്ള ഇതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം, ഡോർഫ് പ്ലാനറ്റ്സ് എന്ന് വിളിക്കാം തീരുമാനിച്ചു. അങ്ങനെ പ്ലൂട്ടോ എന്നുള്ള ഗ്രഹം പ്ലാനറ്റിൻ്റെ കാറ്റഗറിയിൽ നിന്ന് പുറത്തുപോയി. ഓക്കെ, നമ്മൾ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. ദ എർത്ത് ഈസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ടു സൺ. സൂര്യൻ്റെ ഏറ്റവും അടുത്തെടുക്കുന്ന 3ാമത്തെ ഗ്രഹമാണ് ഭൂമി. ഇൻ സൈസ് ഇറ്റ് ഈസ് 5th ലാർജസ്റ്റ് പ്ലാനറ്റ്സ്. വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5ാം സ്ഥാനത്താണ് ഉള്ള ഗ്രഹം. ഏറ്റവും വലിയ 5ാമത്തെ ഗ്രഹമാണ് ഭൂമി. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻ അറ്റ് ദ പോൾസ്. പോൾ ഭാഗത്ത് ഭൂമി 2 പോളുണ്ടല്ലോ, നോർത്ത് പോള് സൗത്ത് പോള്. ഈ 2 ഭാഗം ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഷേപ്പ് ഈസ് ഡിസ്ക്രൈബ്ഡ് ജിയോയിഡ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഷേപ്പിന് ജിയോയിഡ് എന്നാണ് പറയുക. ജിയോയിഡ് മീൻസ് ആൻ എർത്ത് ലൈക്ക് ഷേപ്പ്. ഭൂമിയുടെ ഷേപ്പ് പോലത്തെ എന്നാണ് ജിയോയിഡിൻ്റെ അർത്ഥം. കണ്ടീഷൻസ് ഓഫ് ഫേവറബിൾ ടു സപ്പോർട്ട് ലൈഫ് ആർ പ്രോബബ്ലി ഫൗണ്ട് ഓൺലി ഓൺ ദ എർത്ത്. ജീവൻ സപ്പോർട്ട് ചെയ്യാനുള്ള ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഭൂമിയിൽ മാത്രമാണുള്ളത്. ദ എർത്ത് ഈസ് നെയ്തർ ടു ഹോട്ട് നോർ ടു കോൾഡ്. കാരണം ഭൂമി വളരെ ചൂടേറിയതോ അല്ലെങ്കിൽ വളരെ തണുത്തതോ അല്ല. ഇറ്റ് ഹാസ് വാട്ടർ ആൻഡ് എയർ. അതുമാത്രമല്ല, ഭൂമിയിൽ വെള്ളവും വായുവുമുണ്ട്. വിച്ച് ആർ വെരി എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ. നമ്മുടെ അതിജീവിതത്തിന് വളരെ അടിസ്ഥാനപരമായുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് രണ്ടും. ദെയർ ആസ് ലൈഫ് സപ്പോർട്ടിങ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ. അതുമാത്രമല്ല, നമ്മുടെ ഭൂമിയിലുള്ള വായുവിന് ജീവനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓക്സിജൻ പോലത്തെ ഗ്യാസുകളുമുണ്ട്. ബിക്കോസ് ഓഫ് ദീസ് റീസൺ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ദ എർത്ത് ഈസ് എ യൂണിക് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാണ്, യൂണിക്കായുള്ള ഗ്രഹമാണ് ഭൂമി. ഫ്രം ദ ഔട്ടർ സ്പേസ് ദ എർത്ത് അപ്പിയേഴ്സ് ടു ബ്ലൂ. നമ്മുടെ സ്പേസിന് പുറത്ത് നിന്ന് ഈ ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിലാണ് കാണാൻ സാധിക്കുക. കാരണം ഇസ് 2/3 സർഫേസ് ഈസ് കവേർഡ് ബൈ വാട്ടർ. ഭൂമിയുടെ 2 ഭാഗവും ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2 ഭാഗവും വെള്ളം ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദെയർഫോർ കോൾഡ് എ ബ്ലൂ പ്ലാനറ്റ്. അതുകൊണ്ട് തന്നെ ഭൂമി നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രനെ കുറിച്ചാണ്. അവർ എർത്ത് ഹാസ് ഓൺലി ഓൺ സാറ്റലൈറ്റ്. നമ്മുടെ ഭൂമിക്ക് ഒരേ ഒരു സാറ്റലൈറ്റ് ആണുള്ളത്. ദാറ്റ് ഈസ് ദ മൂൺ. അതെന്താണ്? ചന്ദ്രനാണ്. ഇസ് ഡയാമീറ്റർ ഈസ് ഓൺലി 1/4 ദാറ്റ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ 1/4 ഭാഗമാണ് ചന്ദ്രൻ്റെ ഡയാമീറ്റർ. It appears so big because it is nearer to our planet than other celestial bodies. ഈ ചന്ദ്രൻ വളരെ വലുതായിട്ട് നമുക്ക് തോന്നും. കാരണം അത് മറ്റുള്ള സെലസ്റ്റിയൽ ബോഡിയേക്കാൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ചന്ദ്രനായതുകൊണ്ടാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 3,84,400 കിലോമീറ്റർ അവേ ഫ്രം us. 3,84,400 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ചന്ദ്രൻ കിടക്കുന്നത് എന്നുള്ളതാണ്. നൗ യു ക്യാൻ കമ്പയർ ദ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ ആൻഡ് ദാറ്റ് ഫ്രം ദ മൂൺ. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ഭൂമിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ചന്ദ്രനിലേക്ക്, ഭൂമിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് സൂര്യനിലേക്ക് നോക്കാം. ദ മൂൺ മൂവ്സ് അറൗണ്ട് ദ എർത്ത് ഇൻ അബൌട്ട് 27 days. ഭൂമിയെ ചുറ്റിയാണ് ചന്ദ്രൻ എടുക്കുന്ന 27 ദിവസമാണ് എടുക്കുന്നത്. ഇറ്റ് ടേക്ക് എക്സാക്ട്ലി ദ സെയിം ടൈം ടു കംപ്ലീറ്റ് ഓൺ സ്പിൻ. ഒരു പ്രാവശ്യം തിരിയാൻ എടുക്കുന്നു അതേ സമയമാണ് ചന്ദ്രൻ എടുക്കുന്നത്. ആസ് എ റിസൾട്ട്, അതുകൊണ്ട് തന്നെ ഓൺലി ഓൺ സൈഡ് ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ
സെക്ടേഴ്സ് ഓൺ ദ എർത്ത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ മൂൺ ഡസ് നോട്ട് ഹാവ് എ കണ്ടീഷൻ ഫേവറബിൾ ഫോർ ലൈഫ്. ലൈഫിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ചന്ദ്രനിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് നെയ്തർ വാട്ടർ നോട്ട് എയർ. കാരണം അവിടെ ജലമോ വായുവോ ഇല്ല. ഇറ്റ് ഹാസ് മൗണ്ടൻസ്. പിന്നെ അവിടെ എന്താണുള്ളത്? മൗണ്ടൻസ് ഉണ്ട്. പ്ലെയിൻസ് ആൻഡ് ഡിപ്രഷൻസ് ഓൺ ഇറ്റ് സർഫേസ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സമതല പ്രദേശങ്ങളുണ്ട്, അതേപോലെ തന്നെ വലിയ കിടങ്ങുകളുമുണ്ട്. ദീസ് കാസ്റ്റ് ഷാഡോസ് ഓൺ ദ മൂൺ സർഫേസ്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കറുത്ത നിഴലുകൾ കാണുന്നത് എന്നാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ ഫുൾ മൂൺ ആൻഡ് ഒബ്സർവ് ദീസ് ഷാഡോ. അപ്പോൾ ഫുൾ മൂൺ ഉണ്ടാകുന്ന ദിവസം എന്ത് ചെയ്യുക? ചന്ദ്രനെ നിരീക്ഷിക്കുക. എന്നിട്ട് ആ ഷാഡോ ഒക്കെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക? നോക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ്ട്രോയിഡാണ്. എന്താണ് ആസ്ട്രോയിഡ്? അപ്പാർട്ട് ഫ്രം ദ സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്, ദർ ആർ ന്യൂമറസ് ടിനി ബോഡീസ് വിച്ച് ഓൾസോ മൂവ് അറൗണ്ട് ദ സൺ. ഈ സ്റ്റാറുകൾ, അതേപോലെ തന്നെ ഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്, ഇതൊന്നും അല്ലാതെ തന്നെ വളരെ വേറെയും ധാരാളം ടിനി ബോഡീസ് നമ്മുടെ ആകാശത്ത് കാണാനായിട്ട് സാധിക്കും. അത് സൂര്യനെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദീസ് ബോഡീസ് ആർ കോൾഡ് ആസ്ട്രോയിഡ്സ്. ഈ ബോഡീസിനെ വിളിക്കുന്ന പേരാണ് ആസ്ട്രോയിഡ്സ് എന്നുള്ളത്. ദേ ആർ ഫൗണ്ട് ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ഈ ആസ്ട്രോയിഡിനെ നമുക്ക് എവിടെ കാണാൻ പറ്റുക? മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഓർബിറ്റിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിനെ കാണാൻ പറ്റുക. Scientists are of the view that asteroids are part of a planet which exploded many years back. വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച് പ്ലാനറ്റുകൾ ഉണ്ടായപ്പോൾ അതിൻ്റെ അതിനുണ്ടായുള്ള ഭാഗങ്ങളാണ് ഈ ആസ്ട്രോയിഡ്സ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രോയിഡ്സ് ആണ്. മെട്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദ സ്മോൾ പീസ് ഓഫ് റോക്സ് വിച്ച് മൂവ് അറൗണ്ട് ദ സൺ ആർ കോൾഡ് മെട്രോയിഡ്സ്. നമ്മുടെ സൂര്യൻ ചുറ്റും റോക്ക് പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് മെട്രോയിഡ്സ് എന്ന് പറയുന്നത്. സംടൈം ദീസ് മെട്രോയിഡ്സ് കം നിയർ ദ എർത്ത്. ചില സമയങ്ങളിൽ ഭൂമിയുടെ അടുത്തേക്ക് ഈ മെട്രോയിഡ്സ് വരാറുണ്ട്. ആൻഡ് ടെൻ ടു ഡ്രോപ്പ് അപ്പോൺ ഇറ്റ്. ഭൂമിയിലേക്ക് വീഴാറുമുണ്ട്. ഡ്യൂറിങ് ദിസ് പ്രോസസ്, ഈ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ, ഡ്യൂ ടു ദ ഫ്രിക്ഷൻ വിത്ത് എയർ, ഈ മെട്രോയിഡ്സ് ഭൂമിയിലുള്ള വായുവുമായി ഉരസിയിട്ട് എന്ത് ചെയ്യുന്നു? ദേ ഗെറ്റ് ഹീറ്റഡ് അപ്പ് ആൻഡ് ബേൺ. അത് ചൂട് പിടിച്ച് കത്തുന്നു. ഇറ്റ് കോസസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു പ്രകാശം ഉണ്ടാകുന്നു. സം ടൈംസ് എ മെറ്റീരിയർ വിത്തൗട്ട് ബീയിങ് കംപ്ലീറ്റ്ലി ബേൺ. ഭൂമിയിലേക്ക് വീഴുന്നത് എങ്ങനെയാണ്? പൂർണ്ണമായും കത്തി നശിക്കാതെയാണ്. ഫാൾസ് ഓൺ ദ എർത്ത് ആൻഡ് ക്രിയേറ്റ് എ ഹോളോ. വലിയ കുഴി ഉണ്ടാകുകയും ചെയ്യുന്നു ഇത് ഭൂമിയിലേക്ക് വേണ്ടിയിട്ട്. ഡു യു സി ദ വൈറ്റിഷ് ബ്രോഡ് ബാൻഡ് ലൈക്ക് എ വൈറ്റ് ഗ്ലോയിങ് പാത്ത് അക്രോസ് ദ സ്കൈ ഓൺ എ ക്ലിയർ സ്റ്റാറി നൈറ്റ്. രാത്രിയിൽ നല്ല ആകാശത്ത് നല്ല നക്ഷത്രങ്ങളൊക്കെ ഉള്ള നല്ല തെളിഞ്ഞ ആകാശം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളുത്ത കുറേ നക്ഷത്രങ്ങൾ, വെളുത്തിട്ടുള്ള കുറേ വിശാലമായിട്ടുള്ള നക്ഷത്രക്കൂട്ടങ്ങളെ, തിളങ്ങുന്ന നക്ഷത്രങ്ങളും കണ്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർ. അതെന്താണ്? കുറേ മില്യൺസ് ഓഫ് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ്. ദിസ് ബാൻഡ് ഈസ് മിൽക്കി വേ ഗാലക്സി. ഇതാണ് മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്. അവർ സോളാർ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഗാലക്സി. നമ്മുടെ ഈ സൂര്യ സിസ്റ്റം അത് ഈ ഗാലക്സിയുടെ ഭാഗമാണ്. ഇൻ ആൻഷ്യൻ ടൈം ഇറ്റ് വാസ് ഇമാജിൻ ടു ബി എ റിവർ ഓഫ് ലൈറ്റ് ഫ്ലോയിങ് ഇൻ ദ സ്കൈ. പുരാതന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വിശ്വസിച്ചിരുന്നത് എന്താണ്? ആകാശത്തിൽ ഒഴുകി നടക്കുന്ന പ്രകാശത്തിൻ്റെ റിവർ നദിയാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ദ സിറ്റി വാസ് നെയ്മഡ് ആകാശഗംഗ. അതുകൊണ്ട് തന്നെ അവരതിനെ വിളിച്ചിരുന്ന പേരാണ് ആകാശഗംഗ എന്നുള്ളത്. എ ഗാലക്സി ഈസ് എ ഹ്യൂജ് സിസ്റ്റം ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ഗാലക്സി എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങളുടെ ഒരു ഹ്യൂജ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസിൻ്റെയും
ഡസ്റ്റിൻ്റെയും ക്ലൗഡുകളുടെയും ഒരു ഹ്യൂജ് സിസ്റ്റമാണ് ഗാലക്സി എന്ന് പറയുന്നത്. ദർ ആർ മില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ് ദാറ്റ് മേക്സ് ദ യൂണിവേഴ്സ്. അത്തരം കുറേ ഗാലക്സികൾ അടങ്ങിയതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ ഹൗ ബിഗ് ദ യൂണിവേഴ്സ് ഈസ്. നമ്മുടെ ഈ യൂണിവേഴ്സ് എത്ര വലുതാണെന്ന് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. സയൻറ്റിസ്റ്റ് ആർ സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് മോർ അബൌട്ട്. ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ നോട്ട് സർട്ടൻ അബൌട്ട് ഇറ്റ്സ് സൈസ്. ഭൂമി, ഈ പ്രപഞ്ചത്തിന് എത്ര സൈസ് ഉണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയില്ല. ബട്ട് വി നോ ദാറ്റ് ഓൾ ഓഫ് us, യു ആൻഡ് ഐ ബിലോങ് ടു ദീസ് യൂണിവേഴ്സ്. പക്ഷേ നമുക്കറിയാം ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഇനി എക്സസൈസുകളാണ് ഈ പാഠത്തിൽ നിന്നുള്ള. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ബ്രീഫായിട്ട് വളരെ ചുരുക്കി ആൻസർ പറയാനാണ്. ഹൗ ഡസ് പ്ലാനറ്റ്സ് ഡിഫർ ഫ്രം സ്റ്റാർ? നക്ഷത്രവും പ്ലാനറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മീൻഡ് ബൈ ദ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ സി, നെയിം ഓൾ ദ പ്ലാനറ്റ്സ് അക്കോർഡിംഗ് ടു ദിയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ പേര് പറയാനാണ്. വൈ ഈസ് ദ എർത്ത് കോൾഡ് എ യൂണിക് പ്ലാനറ്റ്? എന്തുകൊണ്ടാണ് ഭൂമി ഒരു യൂണിക് പ്ലാനറ്റ് ആണെന്ന് പറയുന്നതാണ് ചോദിക്കുന്നത്. ഈ വൈ ഡു വി സീ ഓൺലി ഓൺ സൈഡ് ഓഫ് ദ മൂൺ ഓൾവേസ്? നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രം എപ്പോഴും കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ എഫ്, വാട്ട് ഈസ് ദ യൂണിവേഴ്സ്? എന്താണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യൻ നമ്പർ 2, ടിക്ക് ദ കറക്റ്റ് ആൻസർ. ശരിയുത്തരം ടിക്ക് ചെയ്യാനാണ്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയുത്തരം നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ദ പ്ലാനറ്റ് നോൺ ആസ് ദ എർത്ത് ടിൻ. എർത്തിൻ്റെ ടിൻ എന്ന് പറയുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ 1 ജൂപ്പിറ്റർ, ഓപ്ഷൻ 2 സാറ്റേൺ, ഓപ്ഷൻ 3 വീനസ്. ക്വസ്റ്റ്യൻ നമ്പർ ബി, വിച്ച് ഈസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ടു സൺ? സൂര്യൻ്റെ അടുത്ത് കിടക്കുന്ന മൂന്നാമത്തെ ഗ്രഹം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും അടുത്ത് കിടക്കുന്ന മൂന്നാമത്തെ ഗ്രഹം. ഓപ്ഷൻ എ വീനസ്, ഓപ്ഷൻ 2 എർത്ത്, ഓപ്ഷൻ 3 മെർക്കുറി. ക്വസ്റ്റ്യൻ നമ്പർ സി, ഓൾ ദ പ്ലാനറ്റ്സ് മൂവ് അറൗണ്ട് ദ സൺ ഇൻ. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 സർക്കുലർ പാത്ത്, ഓപ്ഷൻ 2 rectangular path, option 3 elongated path. Question number D, the pole star indicates the direction to the option 1 south, option 2 north, option E east. Question number E, asteroids are found between the orbits option 1 Saturn and Jupiter, option 2 Mars and Jupiter, option 3 the Earth and Mars. Fill in the blanks. Question number A, വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ എ ഗ്രൂപ്പ് ഓഫ് ഡാഷ് ഫോം വാരിയേഷൻ പാറ്റേൺ ഈസ് കോൾഡ്. ക്വസ്റ്റ്യൻ ബി എ ഹ്യൂജ് സിസ്റ്റം ഓഫ് സ്റ്റാർസ് കോൾഡ്. സി ഡാഷ് ഈസ് ദ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു അവർ എർത്ത്. ഓപ്ഷൻ ഡി ഡാഷ് ഈസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ടു എർത്ത്. ഓപ്ഷൻ ഇ പ്ലാനറ്റ്സ് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഡാഷ് ആൻഡ് ഡാഷ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. Thank you.